ലഹരിക്കെതിരെ കൈകോർത്ത് കോതമംഗലം. കായികമന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായി മിനി മാരത്തോണും വാക്കത്തോണും മെയ് 23-ന് കോതമംഗലത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ വാക്കത്തോണിൽ പങ്കെടുക്കും. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നേതൃത്വം നൽകുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്ര മെയ് 23-ന് കോതമംഗലത്ത് നടക്കും. സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ എറണാകുളം ജില്ലയിലെ പര്യടന പരിപാടിയുടെ ഭാഗമായുള്ള മിനി മാരത്തോൺ മൂവാറ്റുപുഴ കക്കടാശ്ശേരി പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച് കോതമംഗലത്ത് സമാപിക്കും. തുടർന്ന് കോതമംഗലം മുനിസിപ്പൽ ഓഫീസിനു മുന്നിൽ നിന്നും ആരംഭിക്കുന്ന വാക്കത്തോണിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ, ഡീൻ കുര്യാക്കോസ് MP, ആന്റണി ജോൺ MLA, മുനിസിപ്പൽ ചെയർമാൻ ടോമി അബ്രഹാം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും കായിക താരങ്ങളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികളും യുവജന സംഘടനാ പ്രതിനിധികളും തുടങ്ങി എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർത്തോമ ചെറിയപള്ളിക്ക് സമീപമുള്ള സെന്റ് തോമസ് ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ലഹരിക്കെതിരെയുള്ള സന്ദേശവും പ്രതിജ്ഞയും വിവിധ കലാപരിപാടികളും നടക്കും. ആന്റണി ജോൺ MLA, ചെയർമാൻ KK ടോമി, KA നൌഷാദ്, PR ഉണ്ണികൃഷ്ണൻ, PI ബാബു, ജോയി പോൾ, സബ് ഇൻസ്പെക്ടർ CP ബഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ സംസ്ഥാനം ലഹരി വിപത്തിനെതിരായിട്ടുള്ള വലിയൊരു പോരാട്ടത്തിലാണ്. പൊതുസമൂഹത്തിന്റെ ആകെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സംസ്ഥാനത്ത് അത്തരമൊരു ക്യാമ്പയിൻ ഇപ്പോൾ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയ് മാസം 5-ാം തീയതിയാണ് കാസർഗോഡ് നിന്നും ആ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. ഈ 23-ാം തീയതി എറണാകുളത്ത് സമാപിക്കുകയാണ്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും എല്ലാം സ്പോർട്സിലേക്ക് ആകർഷിക്കുകയും അങ്ങനെ ലഹരി വ്യാപനത്തോട് നോ പറയാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ള വിശാല ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരമൊരു ക്യാമ്പയിൻ കായിക വകുപ്പ് തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ എന്ത് തന്നെയാണെങ്കിലും 23-ാം തീയതി നമ്മുടെ മണ്ഡലാതിർത്തിയായിട്ടുള്ള നമ്മുടെ മൂവാറ്റുപുഴ കോതമംഗലം മണ്ഡലാതിർത്തിയായിട്ടുള്ള കക്കടാശ്ശേരിയിൽ നിന്നുമാണ് രാവിലെ 6:30-ന് അവിടെ മിനി മാരത്തോൺ ആയിരക്കണക്കിന് ആളുകൾ, അത് നമ്മുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാത്രമല്ല, സ്പോർട്സ് താരങ്ങൾ മാത്രമല്ല, സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു വലിയ നമ്പർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. 6:30-ന് അവിടെ നിന്നും ആരംഭിച്ച് ഏതാണ്ട് ഒരു 7:30-7:45 കൂടി 10 കിലോമീറ്റർ ദൂരം പിന്നിട്ടുകൊണ്ടാണ് നമ്മുടെ മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ ആ മാരത്തോൺ എത്തിച്ചേരുകയാണ്. അപ്പൊ അതിന്റെ തുടർച്ചയിലാണ് സമൂഹത്തിന്റെ ആകെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള വാക്കത്തോൺ 8:30 കൂടി ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി അദ്ദേഹം കൂടി പങ്കെടുത്തുകൊണ്ടാണ് ഈ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നിന്നും നമ്മൾ ആരംഭിച്ച് ചെറിയ പള്ളിയുടെ സമീപത്തുള്ള സെന്റ് തോമസ് ഹാളിൽ സമാപിക്കും. അവിടെയാണ് സമാപന പൊതുസമ്മേളനം. അതിനകത്തും മന്ത്രി പങ്കെടുക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. കളിയാണ് ലഹരി എന്നുള്ള ഒരു മുദ്രാവാക്യം, കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ്, കുട്ടികളെ കളിക്കളങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ തന്നെ അവർ ലഹരിയുടെ ഒരു വിമുക്തരായി വരും എന്നുള്ള ഒരു ചിന്താഗതി കൊടുത്തെടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു ഈ സന്ദേശ യാത്രയ്ക്ക് കായിക വകുപ്പ് തീരുമാനം കൊടുത്തത്. കോതമംഗലം നഗരസഭയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മുഴുവൻ ക്ലബ്ബുകളെയും മുഴുവൻ റെസിഡൻസ് അസോസിയേഷൻ അടക്കമുള്ള കുടുംബശ്രീ അടക്കമുള്ള എല്ലാവരെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുള്ള വലിയ ശ്രമം നടത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക് പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ എന്റെ കേരളം. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്.